ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഞ്ജലിന ഫാഷൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പോപ്കോൺ മേക്കറാണ്. ഇവിടെ കാണുന്നുണ്ട്, ഐക്കണിൻ്റെ ഒരു പോപ്കോൺ മേക്കറാണ്. ഇതിപ്പോൾ വരുന്നത് ഇങ്ങനെയാണ്, സെപ്പറേറ്റ് പാർട്സ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ പാർട്ട്. ഇവിടെയാണ് നമ്മൾ കോൺ ഇട്ട് കൊടുക്കുന്നത്. ഇതതിൻ്റെ കവറാണ്, നമുക്കിങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം. പിന്നെ ഇത് ആണ് നമ്മുടെ മെഷറിംഗ് കപ്പ്. ഇതിലാണ് നമ്മൾ കോൺ ഇതിനകത്തേക്ക് അളന്നിട്ടിടേണ്ടത്. ഇതിലൊരു കപ്പാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടാറുള്ളത്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. സിമ്പിളാണ്, 2 മിനിറ്റ്സ് കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ കോൺ എടുക്കുന്നുണ്ട്. ഇതേ ഒരു കപ്പ് കോൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് ഇടേണ്ട കോണൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഞാൻ പുറത്തേക്ക് കൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് എടുത്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇതിൻ്റെ അടപ്പിങ്ങനെ ഒന്ന് തുറന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടപ്പ് നിറച്ചു കൊടുക്കാം. ഇത് ഇവിടെ വെച്ചിട്ട് ഞാനൊന്ന് അടയ്ക്കുന്നുണ്ട്. പിന്നെ കോണ് വീഴാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം നമുക്കൊന്ന് ഓണാക്കാം. അപ്പോൾ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബട്ടറോ ഷുഗറോ ഒക്കെ ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ബട്ടർ വേണമെങ്കിൽ ഈ മെഷറിംഗ് കപ്പിൽ തന്നെ ബട്ടർ ഇട്ടിട്ട് അതിനോടൊപ്പം ഷുഗർ വെച്ചിട്ട് ഇവിടെ വെച്ചിരുന്നാൽ ആ ചൂട് കൊണ്ട് അത് മെൽറ്റായിട്ട് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും സോൾട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ പൊടിയുപ്പ് തന്നെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൗഡേർഡ് സോൾട്ട് ആകുമ്പോഴത്തേക്ക് അത് വേഗം ഇതിലേക്ക് അങ്ങോട്ട് പിടിച്ചോളും. അപ്പോൾ ഞാനതിങ്ങനെ കുറച്ചിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പോപ്കോൺ മേക്കർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ആഡ് ചെയ്യാൻ പാടില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. മാക്സിമം കപ്പാസിറ്റി ഇതിന് 100 grams എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം പണി തുടങ്ങുവാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.